നാട്ടിലും മനസ്സുകളിലും ഭക്തിയും കൂടെ ഉത്സവാവേശവും നിറച്ച് പുതിയങ്ങാടി നേർച്ചയ്ക്ക് ഞായറാഴ്ച കൊടികയറി. ഞായറാഴ്ച മാർക്കറ്റിൽ നിന്നുള്ള കഞ്ഞിക്കാരുടെ വരവോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ആനകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ കൊടിയുമായി സംഘം നീങ്ങി. കൂടെ ആയിരങ്ങളും. ആലത്തിയൂർ പൂഴിക്കുന്നുവരെ പോയി തിരിച്ചു വന്നാണ് കൊടിയേറ്റിയത്. പിന്നെ താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പെട്ടിവരവുകൾ എത്തിത്തുടങ്ങി. ബുധനാഴ്ച പുലർച്ചെയോടെ നേർച്ച സമാപിക്കും. മതമൈത്രിയുടെ പ്രതീകമായ ബിപിയങ്ങാടി യാഹും തങ്ങൾ ഔലിയായുടെ വലിയ നേർച്ചയ്ക്കാണ് ഞായറാഴ്ച വൈകിട്ട് ജാറത്തിന് മുന്നിൽ കൊടിയേറിയത്. കഞ്ഞിക്കാരുടെ വരവോടെ തുടങ്ങിയ നേർച്ച ചൊവ്വാഴ്ച പുലർച്ചെ വാക്കാട് നിന്നുള്ള ചാപ്പക്കാരുടെ വരവോടെ കമ്പം കത്തിച്ച് സമാപിക്കും. നേർച്ചയ്ക്ക് 8 ആനകളും 63 പെട്ടി വരവുകളുമുണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെ ബിപിയങ്ങാടി മാർക്കറ്റിൽ നിന്നും 100 കണക്കിന് ചാക്ക് അരിയുമായി കഞ്ഞിക്കാരുടെ വരവ് ജാറത്തിങ്ങിലെത്തി കഞ്ഞിവെച്ച് കഞ്ഞിപ്പാർച്ച നടത്തിയതോടെയാണ് നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. ആദ്യമായിരുന്നു മക്കൾ മുമ്പിൽ കളിക്ക് മുതിർന്നു തിരിയുന്നത്. ഇപ്പം തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാദ്യമേളങ്ങൾക്ക് ശേഷം ഡിവൈഎസ്പി കെ എം ബിജു നേർച്ചക്കൊടി നേർച്ച കമ്മിറ്റി ഭാരവാഹികളായ കല്ലിങ്ങൽ സിദ്ദീഖ്, കെ പി ബാപ്പു എന്നിവർക്ക് കൈമാറി. കൊടി കൈമാറ്റത്തിന് മുൻപ് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ ദഫ്മുട്ട്, ചെണ്ടമേളം, ബാൻഡ് മേളം, ചീനിമുട്ട് എന്നിവയും നടന്നു. പിന്നീട് വാദ്യമേളങ്ങളോടെ നെറ്റിപ്പട്ടം കെട്ടിയ 8 ആനകളുടെ അകമ്പടിയോടെ കൊടിവരവ് ജാറത്തിങ്ങിലേക്ക്. നേർച്ചയുടെ പ്രൗഢഗംഭീരമായ വരവ് കാണാൻ റോഡിൽ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. നേർച്ച കാണാൻ തിരൂർ ടൗണിൽ തടിച്ചുകൂടിയ കുരുന്നുകൾക്ക് തിരൂർ പവൻ ഗോൾഡ് ബലൂണുകൾ സമ്മാനമായി നൽകി. നേർച്ചയുടെ ഭാഗമായി ഒട്ടേറെ പുതിയ കച്ചവട സ്ഥാപനങ്ങൾ തുറന്നിട്ടുണ്ട്. നേർച്ചക്കാലത്ത് മാത്രം ലഭിക്കുന്ന നേർച്ച മിഠായികളുടെ കടകൾ തന്നെയാണ് കൂടുതലും. കൂടാതെ എക്സിബിഷനുകളും നേർച്ചയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. മൺചട്ടികൾ ഉൾപ്പെടെയുള്ള വ്യാപാരവും ഇവിടെ ധാരാളമായി നടക്കുന്നുണ്ട്. പുതിയങ്ങാടി നേർച്ചയുടെ ആഘോഷം തീരദേശമായ വാക്കാടും കാര്യമായി പ്രതിഫലിക്കും. വാക്കാട് നിന്നുള്ള ചാപ്പക്കാരുടെ വരവാണ് നേർച്ചയുടെ അവസാന ചടങ്ങ്. വാക്കാട് ബീച്ചിലേക്കുള്ള റോഡിൽ നിന്നാണ് ചാപ്പക്കാരുടെ വരവ് തുടങ്ങുന്നത്.
നേർച്ചയ്ക്ക് കൊടിയേറിയാൽ പിന്നെ ഇവിടെ ആഘോഷമാണ്. 3 ദിവസം ഇവിടെ നാട്ടുകാർ നിറയും. ബീച്ചിലും തിരക്കേറും. 3 ദിവസവും വൻ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. മലയാളം ടെലിവിഷൻ, തിരൂർ.